നമസ്കാരം. ഇന്നത്തെ ഈ ഗൈഡിൽ നമ്മൾ പൊളിക്കാൻ പോവുകയാണ്. യാതൊരുവിധ നിക്ഷേപവുമില്ലാതെ വെറും 30 മിനിറ്റ് ചിലവാക്കി എങ്ങനെ ഒരു കിടിലൻ പാസീവ് ഇൻകം ഉണ്ടാക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും സ്വന്തമായി ഒന്നും ചെയ്യാതെ തന്നെ AI-യുടെ സഹായത്തോടെ ഒരു വരുമാന മാർഗം ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം, അല്ലേ? ഓട്ടോമേഷൻ വരുമാനത്തിന്റെ ലൈവ് തെളിവ്. ഇതിനാവശ്യമായ 5 സൗജന്യ ടൂളുകൾ, പിൻട്രസ്റ്റ് ബിസിനസ് അക്കൗണ്ട് സെറ്റ് ചെയ്യുന്ന വിധം, ആൽഫ പോസ്റ്റിനെ പിൻട്രസ്റ്റുമായി ബന്ധിപ്പിക്കുന്നത്, എഡ്സ്റ്ററ വഴി എങ്ങനെ പണം സമ്പാദിക്കാം, പിന്നെ ഇതിന്റെയൊക്കെ ഒരു കംപ്ലീറ്റ് വർക്കിംഗ് ഡയഗ്രം. ഇത്രയുമാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ശരി, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഓട്ടോമേഷൻ വരുമാനത്തിന്റെ ലൈവ് തെളിവ് എന്താണെന്ന് ഫലങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. നിങ്ങൾ വിശ്വസിക്കുമോ എന്നെനിക്കറിയില്ല, വെറും 30 മിനിറ്റ്. അതെ, ഈ സിസ്റ്റം മുഴുവൻ സെറ്റ് ചെയ്ത് AI-യെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് ആകെ വേണ്ടിവരുന്നത് വെറും അരമണിക്കൂർ മാത്രമാണ്. ബാക്കി മുഴുവൻ പണിയും AI തന്നെ സ്വയം ചെയ്തോളും. പക്ഷേ ഇവിടെ നമ്മൾ പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യം മനസ്സിലാക്കണം. ആദ്യത്തെ ഒരു 22 ഡേയ്സിന് നിങ്ങൾക്ക് യാതൊരു വരുമാനവും ലഭിക്കില്ല. അവിടെ കുറച്ച് ക്ഷമ നിർബന്ധമാണ് കേട്ടോ. എന്നാൽ ആ ഒരു സമയം കഴിയുന്നതോടെ ഈ സിസ്റ്റം പതുക്കെ പിക്കപ്പ് ആവും. പിന്നെ ഖുദ് ബാ ഖുദ്, അഥവാ പൂർണ്ണമായും ഓട്ടോമാറ്റിക്കായി ദിവസവും സ്ഥിരമായ വരുമാനം വന്നു തുടങ്ങും. അതാണ് ഇതിന്റെ ഒരു മാജിക്. ഇവിടത്തെ ഈ കണക്കുകളൊന്ന് നോക്കിയേ. ആഡ്സ്റ്ററ വഴി ദിവസവും 50 സെന്റ് മുതൽ $1.5 വരെ ഓട്ടോമാറ്റിക്കായി ലഭിക്കുന്നുണ്ട്. അത് വിത്ഡ്രോ ചെയ്യാനും പറ്റി. അതുപോലെ MGIDയിൽ നിന്ന് ദിവസവും $2.5 മുതൽ $3 വരെ വരുന്നുണ്ട്. ഇത് കൂടാതെ വേറെ 2 രഹസ്യ ആഡ് നെറ്റ്വർക്കുകൾ കൂടിയുണ്ട് കേട്ടോ. അതിന്റെ പേരുകളും ഏറ്റവും ലാഭകരമായി ചെയ്യാൻ പറ്റിയ വിഷയവും അഥവാ നിഷും ക്രിയേറ്റർ ആൽഫ പോസ്റ്റിന്റെ കമ്മ്യൂണിറ്റി ടാബിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പോയി നോക്കുന്നത് നന്നായിരിക്കും. അടുത്തതായി നമുക്കാവശ്യമായ 5 സൗജന്യ ടൂളുകൾ എന്തൊക്കെയാണെന്നും നിങ്ങളുടെ ഓട്ടോമേഷൻ ഇൻവെന്ററി എങ്ങനെ നിർമ്മിക്കാമെന്നും നോക്കാം. ഈ എഞ്ചിന്റെ പ്രധാന ഭാഗങ്ങൾ ഇവയൊക്കെയാണ്. വെബ്സൈറ്റ് ഉണ്ടാക്കാൻ തീർത്തും സൗജന്യമായ ബ്ലോഗർ, കണ്ടന്റ് എഴുതാൻ നമ്മുടെ സ്വന്തം ജെമിനി AI, ഇതെല്ലാം ഓട്ടോമേറ്റ് ചെയ്യാൻ ആൽഫ പോസ്റ്റ്, ആളുകളെ അതായത് ട്രാഫിക് കൊണ്ടുവരാൻ പിൻട്രസ്റ്റ്, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരുമാനമുണ്ടാക്കാൻ ആഡ്സ്റ്ററ. ഇതൊക്കെ വെച്ചാണ് നമ്മൾ ഈ സെറ്റപ്പ് ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നിന്ന് $1 പോലും ചെലവാക്കേണ്ട. ഇവിടെ ക്രിയേറ്റർ വളരെ കൃത്യമായ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നിങ്ങൾ ശരിയായ ഒരു നീഷ് തിരഞ്ഞെടുത്താൽ മാത്രമേ ഈ സെറ്റപ്പ് വിജയകരമാകൂ. അതെ, ഹെൽത്ത്, ഫുഡ് അല്ലെങ്കിൽ ഓൺലൈനിൽ പണം സമ്പാദിക്കുന്ന വഴികൾ, ഇതുപോലെയുള്ള ആളുകൾക്ക് താൽപ്പര്യമുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കുക എന്നത് ഈ സിസ്റ്റം വർക്കാകാൻ അത്യന്താപേക്ഷിതമാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് കടക്കാം. പിൻട്രസ്റ്റ് ബിസിനസ് സജ്ജമാക്കുന്നു, അതായത് നമ്മുടെ ട്രാഫിക് ഉറവിടം തയ്യാറാക്കുന്നു. ഇത് വളരെ സിമ്പിളാണ് കേട്ടോ. ആദ്യം തന്നെ നിങ്ങളുടെ സാധാരണ പിൻട്രസ്റ്റ് പ്രൊഫൈല് മാറ്റി ഒരു ബിസിനസ് അക്കൗണ്ട് ആക്കുക. അതിനുശേഷം നിങ്ങളുടെ ബ്ലോഗിന്റെ വിഷയത്തിന് ഏറ്റവും അനുയോജ്യമായ കൃത്യമായ പേരിൽ ഒരു ബോർഡ് അവിടെ ക്രിയേറ്റ് ചെയ്യാം. എന്തിനാണെന്നല്ലേ? എങ്കിൽ മാത്രമേ നമ്മുടെ AI-ക്ക് പോസ്റ്റുകൾ കൃത്യമായി അവിടെ കാറ്റഗറൈസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നാലാമതായി ആൽഫ പോസ്റ്റ് ഇൻട്രസ്റ്റുമായി ബന്ധിപ്പിക്കുന്നു, അതായത് AI എൻജിൻ ലിങ്ക് ചെയ്യുന്നു. ബോർഡൊക്കെ റെഡിയാക്കിയ സ്ഥിതിക്ക് ഇവിടെയാണ് ആൽഫ പോസ്റ്റ് ജെമിനി AI-യെയും പിൻട്രസ്റ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമായി മാറുന്നത്. ആൽഫ പോസ്റ്റിൽ പോയി കണക്ട് പിൻട്രസ്റ്റ് ക്ലിക്ക് ചെയ്ത് പെർമിഷൻ കൊടുക്കുക. ശേഷം പോസ്റ്റിംഗ് സെറ്റിംഗ്സിൽ പോയി ഇൻക്ലൂഡ് AI ഇമേജസ്, അതുപോലെ ഓൾസോ പിൻ ടു പിൻട്രസ്റ്റ് എന്നീ ഓപ്ഷനുകൾ ടിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിവെച്ച ബോർഡ് സെലക്ട് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യുക. വളരെ എളുപ്പമല്ലേ? പക്ഷേ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതെല്ലാം സെറ്റ് ചെയ്ത ഉടനെ തന്നെ പോസ്റ്റിംഗ് തുടങ്ങില്ല കേട്ടോ. പിൻട്രസ്റ്റിൽ നിന്നുള്ള API അപ്രൂവൽ കിട്ടാൻ 2-3 ദിവസം സമയമെടുത്തേക്കാം. അതൊരു നോർമൽ പ്രോസസ്സാണ്. അതുകൊണ്ട് അയ്യോ ഇത് വർക്കാവുന്നില്ലല്ലോ എന്ന് കരുതി ഒട്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അഞ്ചാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം, ആഡ്സ്റ്ററ മോണിറ്റൈസേഷൻ സജീവമാക്കുന്നു, അഥവാ നമ്മുടെ വരുമാന സ്രോതസ് ചേർക്കുന്നു. വരുമാനമുണ്ടാക്കാനല്ലേ നമ്മൾ ഇത്രയൊക്കെ ചെയ്യുന്നത്? അപ്പോൾ ആഡ്സ്റ്ററ ഡാഷ്ബോർഡിൽ പോയി നിങ്ങളുടെ വെബ്സൈറ്റ് ലിങ്കും കാറ്റഗറിയും കൊടുക്കുക. എന്നിട്ട് ബാനർ, പോപ്പ് അണ്ടർ, സോഷ്യൽ ബാർ എന്നിങ്ങനെയുള്ള ആഡ് യൂണിറ്റുകൾ തിരഞ്ഞെടുക്ക്. അവയുടെ കോഡുകൾ അവിടുന്ന് ജനറേറ്റ് ചെയ്ത് കോപ്പി ചെയ്യുക. ഇനിയാണ് ഏറ്റവും നിർണായകമായ കാര്യം. ഈ കോഡുകൾ കൃത്യമായ സ്ഥലത്താണോ കൊടുക്കുന്നതെന്നത് വളരെ പ്രധാനമാണ്. സോഷ്യൽ ബാർ, പോപ്പ് അണ്ടർ കോഡുകൾ എന്നിവ ബ്ലോഗർ HTML-ലെ ഹെഡ് സെക്ഷനിൽ തന്നെ പേസ്റ്റ് ചെയ്യണം. എന്നാൽ ബാനർ ആഡുകൾ ലേഔട്ടിലെ സൈഡ് ബാറിലാണ് ഒരു വിഡ്ജറ്റായി നൽകേണ്ടത്. എങ്കിൽ മാത്രമേ പരസ്യങ്ങൾ നിങ്ങളുടെ ബ്ലോഗിൽ ഉടനടി കാണിച്ചു തുടങ്ങുകയുള്ളൂ. അപ്പോ നമ്മുടെ സെറ്റപ്പ് എല്ലാം കഴിഞ്ഞു. ഇനി അവസാന ഭാഗം, പൂർണ്ണമായ ഓട്ടോമേഷൻ ഡയഗ്രം.
അഥവാ ഈ എഞ്ചിനിന്റെ ഒരു മാക്രോ വ്യൂ നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഈ പറഞ്ഞ സിസ്റ്റം മുഴുവൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നറിയണ്ടേ? നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ രസം. ആദ്യം ജെമിനായ് AI പോസ്റ്റ് തയ്യാറാക്കുന്നു, എന്നിട്ട് ആൽഫ പോസ്റ്റ് അത് ഓട്ടോമാറ്റിക്കായി പിൻട്രസ്റ്റിൽ പിൻ ചെയ്യുന്നു. അവിടെ നിന്ന് പിൻട്രസ്റ്റ് ലക്ഷക്കണക്കിന് ആളുകളെ, അതായത് ഫ്രീ ട്രാഫിക്, നമ്മുടെ ബ്ലോഗിലേക്ക് കൊണ്ടുവരുന്നു. അവസാനം ഈ ആളുകൾ പരസ്യം കാണുമ്പോൾ ആഡ് സ്റ്റെയർ നമുക്ക് വരുമാനമുണ്ടാക്കി തരുന്നു. ഇതൊരു കിടിലൻ പാസീവ് ഇൻകം സിസ്റ്റമാണെന്ന് ഇപ്പം മനസ്സിലായില്ലേ? അപ്പോൾ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഈ സിസ്റ്റം വർക്ക് ആവുമോ ഇല്ലയോ എന്നുള്ള ലൈവ് തെളിവ് നിങ്ങൾ കണ്ടുകഴിഞ്ഞു. ഇനി തീരുമാനിക്കേണ്ടത് നിങ്ങൾ മാത്രമാണ്. ഈ ഓട്ടോമേഷൻ ഉപയോഗിച്ച് ഇന്ന് നിങ്ങളുടെ AI ഏത് നിശയിലാണ് ഒരു വെബ്സൈറ്റ് നിർമ്മിക്കാൻ പോകുന്നത്? ഇന്ന് തന്നെ ആ വിഷയം തെരഞ്ഞെടുത്ത് ഓട്ടോമേഷൻ തുടങ്ങിക്കോളൂ. ഇതുപോലുള്ള മികച്ച വിവരങ്ങൾ ലളിതമായി മനസ്സിലാക്കാൻ തുടർന്നും നമ്മോടൊപ്പം ചേരുക. താങ്ക്